ഓക്കെ, ഗുഡ് മോർണിംഗ്. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇന്നത്തെ ക്ലാസ് എല്ലാവരും പഠിച്ചെന്ന് വിചാരിക്കുന്നു. ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാം. സെല്ലിയ, അനാൽജസിക് എന്ന് പറഞ്ഞാൽ എന്താ? ഓക്കെ ഗുഡ്. ഹുസ്ന, അക്യൂട്ട് പെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? ക്രോണിക് പെയിൻ എന്ന് പറഞ്ഞാലോ? ഓക്കെ ഓക്കെ, എനിക്ക് മ്യൂട്ട് ചെയ്തു. ഓക്കെ, അലീന, ആന്റിബയോട്ടിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? പഠിച്ചില്ലായിരുന്നോ? ഇന്നലെ ഇല്ലായിരുന്നോ ക്ലാസ്? ഓക്കെ, റൈറ്റ്. യൂട്യൂബ് ചാനലിലേക്ക് പോയില്ല? യൂട്യൂബ് ചാനൽ കണ്ടില്ല? ഓക്കെ, യൂട്യൂബിലുണ്ട്. ഓക്കെ, അലീന മ്യൂട്ട് ചെയ്തോ. ഷിഹാന, ആന്റിബയോട്ടിക്സ് എന്താ? ആന്റിബയോട്ടിക്സ് എന്താ മീൻസ്? ഫീവർ എന്ന് പറഞ്ഞാൽ എന്താ? ഓക്കെ ഓക്കെ, ഗുഡ്. മ്യൂട്ട് ചെയ്തോ. ഓക്കെ, ഷെമീന, ഫാർമക്കോകൈനറ്റിക്സ് ഓഫ് ഡ്രഗ്സ്. ഷെമീന കേൾക്കുന്നില്ല? ഓക്കെ, ഷെമീന മ്യൂട്ട് ചെയ്തോ. കേൾക്കുന്നില്ല ഷെമീന. സോന, സോന, സോന കേൾക്കുന്നില്ല? നിഷാന, ഓക്കെ, ഫാർമക്കോകൈനറ്റിക്സ് ഓഫ് ഡ്രഗ്സ് പറ. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, മ്യൂട്ട് ചെയ്തോ. ഓക്കെ, ഇന്നലെ നമ്മൾ ഫാർമക്കോകൈനറ്റിക്സ് വരെയല്ലേ പഠിച്ചത്? ഓക്കെ, നെക്സ്റ്റ് റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഓറലും ഉണ്ട്, ദെൻ ഐ വിയും ഉണ്ട്, ഓറൽ ആൻഡ് ഐ വി. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് സൈഡ് എഫക്ട്സ് നോക്കാം. ഓക്കെ, ഇൻ ദാറ്റ് ഫസ്റ്റ് വൺ nausea or vomiting, second one loss of appetite, third one increased sweating, fourth one stomach cramps. നിങ്ങളുടെ പറയാം സൈഡ് എഫക്ട്സ്. ദാറ്റ് ഫസ്റ്റ് വൺ nausea or vomiting. ഓക്കെ, സെക്കൻഡ് വൺ ലോസ് ഓഫ് അപ്പറ്റൈറ്റ്. ലോസ് ഓഫ് അപ്പറ്റൈറ്റ് എന്ന് പറഞ്ഞാൽ ഓക്കെ, റിസാന എന്താ ലോസ് ഓഫ് അപ്പറ്റൈറ്റ്? ഓക്കെ, ലോസ് ഓഫ് അപ്പറ്റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കഴിഞ്ഞ ഓക്കെ, റിസാന മ്യൂട്ട് ചെയ്തോ. ഷംന, ഷംന, അലീന, ലോസ് ഓഫ് അപ്പറ്റൈറ്റ് എന്താ? കഴിഞ്ഞ വർഷം പഠിച്ചതാ. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ലോസ് ഓഫ് അപ്പറ്റൈറ്റ് എന്ന് പറഞ്ഞാൽ വിശപ്പില്ലായ്മ. ഓക്കെ, നെക്സ്റ്റ് തേർഡ് പോയിന്റ് ഇൻക്രീസ്ഡ് സ്വെറ്റിംഗ്. ഷിഖാന, ഇൻക്രീസ്ഡ് സ്വെറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഓക്കെ ഓക്കെ, ഗുഡ്. ഓക്കെ, ലാസ്റ്റ് പോയിന്റ് സ്റ്റൊമക് ക്രാംസ്.
സ്റ്റൊമക് ക്രാംസ് എന്ന് പറഞ്ഞാൽ വയറ് കൊളുത്തിപ്പിടിക്കുക. ഓക്കെ, 4 സൈഡ് എഫക്ട്സ് ആണുള്ളത്. നൊസിയ ഓർ വോമിറ്റിംഗ്, ദെൻ ലോസ് ഓഫ് അപ്പറ്റൈറ്റ്, ദെൻ ഇൻക്രീസ്ഡ് സ്വെറ്റിംഗ്, ദെൻ സ്റ്റൊമക് ക്രാംസ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സ്റ്റൊമക് ക്രാംസ് എന്ന് പറഞ്ഞാൽ വയറ് കൊളുത്തിപ്പിടിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് കോൺട്രാ ഇൻഡിക്കേഷൻ. അടുത്ത ഹെഡിങ് കോൺട്രാ ഇൻഡിക്കേഷൻസ്. Okay, in that first one, acute liver failure. Acute liver failure. Second one, severe renal impairment. ഒന്നാമത്തത് acute liver failure, രണ്ടാമത്തത് severe renal impairment. acute liver failure എന്ന് പറഞ്ഞാൽ ലിവറിന് എന്തെങ്കിലും പ്രോബ്ലംസ്, കരളിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഈ ഡ്രഗ്സ് കൊടുക്കാൻ പറ്റില്ല. രണ്ടാമത്തത് severe renal impairment, കിഡ്നിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിലും ഈ ഡ്രഗ് കൊടുക്കാൻ പറ്റത്തില്ല. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ജസ്റ്റ് ഒരു എക്സാമ്പിൾ എന്തൊക്കെയാണ്? കഴിഞ്ഞ വർഷം ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്, നിങ്ങൾ നോക്കുക. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പാരസെറ്റമോൾ. ഓക്കെ, ബാക്കി നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ ആന്റിപൈററ്റിക്സിന്റെ നോട്ട് എടുത്ത് നോക്കുക. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് മെക്കാനിസം ഓഫ് ആക്ഷൻ. നെക്സ്റ്റ് ഹെഡിങ് മെക്കാനിസം ഓഫ് ആക്ഷൻ. ഇൻ ദാറ്റ് ഇൻഹിബിറ്റ് ദ എൻസൈം cyclooxygenase and interrupt the synthesis of inflammatory prostaglandins. ഒന്നുകൂടി പറയാം. മെക്കാനിസം ഓഫ് ആക്ഷൻ. ഇൻഹിബിറ്റ് ദ എൻസൈം cyclooxygenase and interrupt the synthesis of inflammatory prostaglandins. അതായത് ഇതിന്റെ മെക്കാനിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈക്ലോഓക്സിജനേസ് എന്ന് പറഞ്ഞ എൻസൈമിനെ തടയുകയും അതുകൂടാതെ തന്നെ ഇൻഫ്ലമേറ്ററി പ്രോസ്റ്റഗ്ലാൻഡിൻസ്, ഇന്നലെ നമ്മൾ പ്രോസ്റ്റഗ്ലാൻഡിൻസ് എന്താണെന്ന് പഠിച്ചായിരുന്നു. ആ ഇൻഫ്ലമേറ്ററി പ്രോസ്റ്റഗ്ലാൻഡിന്റെ സിന്തസിസിനെ തടസ്സം, മീൻസ് അതിന്റെ ഉൽപാദനത്തിൽ തടസ്സം വരുത്തുകയും, ഇന്ററപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തടസ്സം വരുത്തുകയും ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് ഇതിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ നടക്കുന്നത്. ഓക്കെ, ഒന്നും കൂടി ആന്റിപൈററ്റിക്സ് ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഇൻ ദാറ്റ് ഫസ്റ്റ് നമ്മൾ പഠിച്ചത് ഡെഫിനിഷൻ ആണ്. എ ഡ്രഗ് ദാറ്റ് റെഡ്യൂസ് ഫീവർ ബൈ ലോവറിംഗ് ദ ബോഡി ടെമ്പറേച്ചർ. അതായത് ആന്റിപൈററ്റിക്സ് എന്ന് പറഞ്ഞ ഡ്രഗ് ഫീവർ റെഡ്യൂസ് ചെയ്യാനാണ്. അതായത് ശരീരത്തിന്റെ താപനില കുറച്ചുകൊണ്ട് പനി കുറയ്ക്കുക എന്നുള്ളതാണ് ആന്റിപൈററ്റിക്സ് ഡ്രഗിന്റെ ധർമ്മം. ദെൻ ഫാർമക്കോകൈനറ്റിക്സ് ഓഫ് ഡ്രഗ്സ് ആണ് പഠിച്ചത്. അതിൽ അബ്സോർപ്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, മെറ്റബോളിസം ആൻഡ് എക്സ്ക്രീഷൻ പഠിച്ചു. ദെൻ റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഓറൽ ആൻഡ് IV. ദെൻ സൈഡ് എഫക്ട്സ് നൊസിയ, വോമിറ്റിംഗ്, ദെൻ ലോസ് ഓഫ് അപ്പറ്റൈറ്റ്, ദെൻ ഇൻക്രീസ്ഡ് സ്വെറ്റിംഗ് ആൻഡ് സ്റ്റൊമക് ക്രാംസ്. ദാറ്റ് കോൺട്രാ ഇൻഡിക്കേഷൻ വന്നത് അക്യൂട്ട് ലിവർ ഫെയിലിയർ, മീൻസ് ലിവറിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റില്ല. ദെൻ സീവിയർ റീനൽ ഇമ്പയർമെന്റ്, കിഡ്നിക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റില്ല. ദെൻ എക്സാമ്പിൾസ് പാരസെറ്റമോൾ പറഞ്ഞു. ബാക്കി എക്സാമ്പിൾസ് നിങ്ങൾ നോട്ട് ചെയ്ത് എഴുതുക. ദെൻ മെക്കാനിസം ഓഫ് ആക്ഷൻ. ഇൻഹിബിറ്റ് ദ എൻസൈം cyclooxygenase and interrupt the synthesis of inflammatory prostaglandins. അതായത് സൈക്ലോഓക്സിജനേസ് എന്ന് പറഞ്ഞ എൻസൈമിനെ തടയുകയും അതുകൂടാതെ തന്നെ ഇൻഫ്ലമേറ്ററി പ്രോസ്റ്റാഗ്ലാൻഡിന്റെ ഉൽപാദനത്തെ ഇന്ററപ്റ്റ് ചെയ്യുക, മീൻസ് തടസ്സപ്പെടുത്തുകയും ചെയ്യും. അങ്ങനെയാണ് ഇതിന്റെ മെക്കാനിസം. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഹുസ്ന, മെക്കാനിസം മനസ്സിലായോ? ഓക്കെ, ഇറ്റ് ഇൻഹിബിറ്റ് ദ എൻസൈം സൈക്ലോഓക്സിജനേസ്. അതായത് സൈക്ലോഓക്സിജനേസ് എന്ന് പറഞ്ഞ എൻസൈമിനെ തടയും, അതിനെ ഇൻഹിബിറ്റ് ചെയ്യും. അതുകൂടാതെ ആൻഡ് ഇന്ററപ്റ്റ് ദ സിന്തസിസ് ഓഫ് ഇൻഫ്ലമേറ്ററി പ്രോസ്റ്റാഗ്ലാൻഡിൻസ്. അതായത് ഇൻഫ്ലമേറ്ററി പ്രോസ്റ്റാഗ്ലാൻഡിൻ ഇന്നലെ പഠിച്ചു. പ്രോസ്റ്റാഗ്ലാൻഡിൻ എന്താന്നൊക്കെ നമ്മൾ ഇന്നലെ പഠിച്ചായിരുന്നു. ഓക്കെ, പ്രോസ്റ്റാഗ്ലാൻഡിന്റെ ഉൽപാദനത്തിൽ തടസ്സം വരുത്തുകയും ചെയ്യും. അങ്ങനെയാണ് ഇതിന്റെ ആക്ഷൻ. ഇപ്പൊ മനസ്സിലായോ ഹുസ്ന? ഹുസ്ന പോയോ? ഓക്കെ, അതുല്യ ക്ലിയർ ആയോ? അതുല്യ മെക്കാനിസം ഓക്കെ, എക്സ്പ്ലെയിൻ ചെയ്യുന്നു. പ്രോസ്റ്റഗ്ലാൻഡിൻസ്. ഓക്കെ, ഗുഡ്. ഓക്കെ, മ്യൂട്ട് ചെയ്തു. ഓക്കെ, ഇത്രയാണ് ആന്റിപൈററ്റിക്സ്. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസിഫിക്കേഷനിലോട്ട് പോകാം. NSAIDs. NSAIDs എന്താ? കഴിഞ്ഞ വർഷവും അതും പഠിച്ചാണ്. NSAIDs മീൻസ് നോൺ സ്റ്റിറോയിഡൽ ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ്. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് നോൺ സ്റ്റിറോയിഡൽ ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ്. ബ്രാക്കറ്റിൽ NSAIDs എഴുതാം. ഓക്കെ, ഡെഫിനിഷൻ നോക്കാം. NSAIDs drugs are members of a drug class that reduce pain
decreases fever, prevents blood clots, and in higher doses decrease inflammation. ഒന്നുകൂടി വായിക്കാം. NSAIDs drugs are members of a drug class that reduces pain, decreases fever, prevents blood clots, and in higher doses decreases inflammation. അതായത് NSAIDs എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നോൺ സ്റ്റിറോയിഡൽ ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡ്രഗ് ക്ലാസ്, അതായത് ഒരു ഗ്രൂപ്പാണ്, ഒരു ഗ്രൂപ്പിലെ മെമ്പറാണ്, ഒരു ഡ്രഗ് ക്ലാസിന്റെ ഗ്രൂപ്പിലെ മെമ്പറാണ്. ദാറ്റ് റെഡ്യൂസ് പെയിൻ, അതായത് ഇത് എന്തിനൊക്കെ സഹായിക്കുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് റെഡ്യൂസ് പെയിൻ, അതായത് പെയിൻ കുറയ്ക്കാൻ സഹായിക്കുന്നു. ദെൻ ഡിക്രീസസ് ഫീവർ, ഫീവർ കുറയ്ക്കാൻ സഹായിക്കുന്നു. ദെൻ പ്രിവെന്റ്സ് ബ്ലഡ് ക്ലോട്ട്, രക്തം കട്ട പിടിക്കുന്നത് തടയുന്നു. ദെൻ ആൻഡ് ഇൻ ഹയർ ഡോസസ്, ഇതിന്റെ കൂടിയ അളവ്, കൂടിയ ഡോസ് എന്ത് സഹായിക്കും? ഡിക്രീസസ് ഇൻഫ്ലമേഷൻ, മീൻസ് സ്വെല്ലിങ്, ഇൻഫ്ലമേഷനെ കുറയ്ക്കാനും സഹായിക്കുന്നു. ഒന്നുകൂടി വായിക്കാം. NSAIDs ആണ് പഠിച്ചത്, നോൺ സ്റ്റിറോയിഡൽ ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് ആണ്. ഇൻ ദാറ്റ് ഡെഫിനിഷൻ NSAIDs drugs are members of a drug class that reduce pain, decreases fever, prevent blood clots, and in higher doses decreases inflammation. അതായത് NSAIDs drugs ഒരു ഡ്രഗ് ക്ലാസ് ആണ്. ഓക്കെ, അത് ഇതെന്തിനൊക്കെ സഹായിക്കുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെഡ്യൂസ് പെയിൻ, പെയിൻ കുറയ്ക്കാൻ സഹായിക്കുന്നു. ഡിക്രീസസ് ഫീവർ, പനി കുറയ്ക്കാൻ സഹായിക്കുന്നു. പ്രിവെന്റ്സ് ബ്ലഡ് ക്ലോട്ട്, രക്തം കട്ട പിടിക്കുന്നത് തടയുന്നു. ദെൻ ആൻഡ് ഇൻ ഹയർ ഡോസസ്, കൂടിയ അളവ് എന്തിനു സഹായിക്കുകയാണ്? ഇൻഫ്ലമേഷനെ കുറയ്ക്കുകയും ചെയ്യുന്നു, മീൻസ് സ്വെല്ലിങ്ങിനെ കുറയ്ക്കുകയും ചെയ്യുന്നു. ക്ലിയർ ആയോ? സെല്ലിയ ക്ലിയർ ആയോ സെല്ലിയ? ഓക്കെ, എക്സ്പ്ലെയിൻ. ഓക്കെ ഓക്കെ, ഗുഡ്. ഓക്കെ, ഇനി നമുക്ക് റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ നോക്കാം. ഇൻ ദാറ്റ് റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഓറൽ, റെക്ടൽ, ടോപ്പിക്കൽ ആൻഡ് പാരൻട്രൽ. ഓക്കെ, ഓറൽ, റെക്ടൽ, ടോപ്പിക്കൽ ആൻഡ് പാരൻട്രൽ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് വരുന്നത്. ഈ ക്ലാസിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിനൊക്കെ ചോദിക്കും. ഓക്കെ, ക്ലാസിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ക്ലാസിഫിക്കേഷനിൽ നമ്മൾ എന്താ പറയുക, ഡ്രഗ്സിന്റെ നെയിംസ് ആണ് കൂടുതൽ വരുന്നത്. ഞാൻ ജസ്റ്റ് വായിച്ചു വിടുന്നേ ഉള്ളൂ. മീൻസ് നിങ്ങളിത് നോട്ടിൽ നിന്ന് റെഫർ ചെയ്യുക, വാട്സപ്പിൽ നിന്ന് റെഫർ ചെയ്യാനേ വേണം. മീൻസ് സ്പെല്ലിംഗ് ഒന്നും, മീൻസ് പുതുതായിട്ട് കേൾക്കുന്ന ഡ്രഗ്സ് നെയിം ഒക്കെയാണ്, അതുകൊണ്ട് തന്നെ സ്പെല്ലിംഗ് കിട്ടത്തില്ല. ഞാൻ ജസ്റ്റ് ക്ലാസിഫിക്കേഷൻസ് ഒന്ന് വായിച്ചു വിടാം. ഓക്കെ, ഇൻ ദാറ്റ് ക്ലാസിഫിക്കേഷൻ, ഇൻ ദാറ്റ് ഫസ്റ്റ് വൺ, നോൺ സെലക്റ്റീവ് സൈക്ലോ ഓക്സിജനേസ് എൻസൈം, അതായത് COX അങ്ങനെയാണ് മെൻഷൻ ചെയ്യുക. COX, അതായത് സൈക്ലോ ഓക്സിജനേസ് എൻസൈമിനെയാണ് COX എന്ന് പറയുന്നത്. നോൺ സെലക്റ്റീവ് COX ഇൻഹിബിറ്റേഴ്സ്, ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ നോൺ സെലക്റ്റീവ് COX ഇൻഹിബിറ്റേഴ്സ് എന്നാണ്. അതിനെ നമ്മൾ പിന്നെയും അതിൽ തന്നെ ഒരുപാട് സബ് ക്ലാസിഫിക്കേഷൻസ് വരികയാണ്. ഒന്നാമത്തത് സാലിസിലേറ്റ്സ് എന്ന് പറയും, സാലിസിലേറ്റ്സ് എന്ന് പറയും. അതിൽ ആസ്പിരിൻ നിങ്ങൾ എഴുതിയെടുക്കണ്ട, കാരണം ഇത് നിങ്ങൾക്ക് ഞാനിപ്പോൾ പറയുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഇല്ല. ഇത് വാട്സപ്പിൽ നിന്ന് തന്നെ എഴുതിയെടുക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് വായിച്ചു വിടുന്നുള്ളൂ. ഓക്കെ, ഈ ക്ലാസിഫിക്കേഷൻ നിങ്ങൾ നോട്ടിൽ നിന്ന് റെഫർ ചെയ്തെടുക്കാം. ഓക്കെ, ഒന്നാമത്തത് സാലിസിലേറ്റ്സ് ആണ്. സാലിസിലേറ്റ്സിൽ ആസ്പിരിൻ ഒരു എക്സാമ്പിൾ ആയിട്ട് വരുന്നുണ്ട്. ദെൻ രണ്ടാമത്തത് വരുന്നത്, അതായത് ക്ലാസിഫിക്കേഷനിൽ ടോട്ടൽ ABCD 4 ക്ലാസിഫിക്കേഷൻ ആണ് വരുന്നത്. ഓക്കെ, അതിൽ ഒന്നാമത്തെ A ആണ് ഞാൻ പറഞ്ഞത്, നോൺ സെലക്റ്റീവ് COX ഇൻഹിബിറ്റേഴ്സ്. അതിൽ തന്നെ ഒരു 8 ക്ലാസിഫിക്കേഷൻ അതിൽ സബായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അതിൽ സബിൽ ഫസ്റ്റ് വൺ ആണ് പറഞ്ഞത് സാലിസിലേറ്റ്സ്. സാലിസിലേറ്റ്സിന് ഒരു എക്സാമ്പിൾ ആസ്പിരിൻ എന്ന് പറഞ്ഞ ഡ്രഗ്. ദെൻ രണ്ടാമത്തത് പ്രൊപ്യൂണിക് ആസിഡ് ഡെറിവേറ്റീവ്സ് എന്ന് പറയും. അതിന് എക്സാമ്പിൾസ് ഒക്കെ ഇതിലെ ഡ്രഗ്സിന്റെ പേരൊക്കെ നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. ഇബുപ്രൂഫിൻ, ദെൻ നാപ്രോക്സിൻ, ദെൻ കെറ്റോപ്രോഫിൻ, ദെൻ ഫ്ലർബിപ്രോഫിൻ. ഇത്രയാണ് പ്രൊപ്യൂണിക് ആസിഡ് ഡെറിവേറ്റീവ്സിൽ വരുന്നത്. ഇബുപ്രോഫിൻ, നാപ്രോക്സിൻ, കെറ്റോപ്രോഫിൻ, ദെൻ ഫ്ലർബിപ്രോഫിൻ. ഇങ്ങനെ ഒരു ഇത്രയും ഡ്രഗ്സ് ആണ് പ്രൊപ്യൂണിക് ആസിഡ് ഡെറിവേറ്റീവ്സ് വരുന്നത്. ഇതിന്റെ സ്പെല്ലിങ്ങും ഒക്കെ നിങ്ങൾ എന്താ പറയുക വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് എഴുതിയെടുക്കുക. മൂന്നാമത്തത് വരുന്നത് അന്ത്രാനിഡിക് ആസിഡ് ഡെറിവേറ്റീവ്സ് എന്ന് പറയും. ഓക്കെ, അതിൽ എക്സാമ്പിൾ മെഫനാമിക് ആസിഡ് എന്ന് പറഞ്ഞ ഒരു ഡ്രഗ് ആണ്. നാലാമത്തതിൽ വരുന്നത് അരൈൽ അസറ്റിക് ആസിഡ് ഡെറിവേറ്റീവ്സ് എന്ന് പറയും. അതിന് എക്സാമ്പിൾസ് വരുന്നത് ഡൈക്ലോഫിനാക്കും അസെക്ലോഫിനാക്കുമാണ്. ദെൻ അഞ്ചാമത്തത് ഓക്സിക്യാം ഡെറിവേറ്റീവ്സ് എന്ന് പറയും. ഇൻ ദാറ്റ് പൈറോക്സിക്യാം ആൻഡ് ടീനോക്സിക്യാം എന്ന് പറയും. ദെൻ സിക്സ്ത് വൺ
pyrrole derivatives എന്ന് പറയും. In that ketorolac എന്ന് പറഞ്ഞ ഒരു ഡ്രഗ് വരുന്നുണ്ട്. Then 7th one indole derivative എന്ന് പറയും. In that indomethacin ഒരു എക്സാമ്പിൾ ആണ്. Then last 8th വണ്ണില് pyrazolone derivative എന്ന് പറയും. In that phenyl butazone then oxyphenabutazone എന്ന് പറഞ്ഞ ഡ്രഗും വരും. ഇങ്ങനെ ഈ എ എന്ന് പറഞ്ഞ നോൺ സെലക്റ്റീവ് സിയോക്സ് ഇൻഹിബിറ്റേഴ്സിൽ 8 സബ് ഹെഡിങ്സ് ആണ് അല്ലെങ്കിൽ 8 സബ് ക്ലാസിഫിക്കേഷൻ ആണ് വരുന്നത്. അതിന്റെ ഡ്രഗിന്റെ എക്സാമ്പിൾസ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഇത് നിങ്ങൾ വാട്സപ്പിൽ നിന്ന് എഴുതിയെടുക്കാം. പിന്നെ ബി ക്ലാസിഫിക്കേഷൻ, രണ്ടാമത്തെ ബി ക്ലാസിഫിക്കേഷനിൽ വരുന്നത് പ്രിഫറൻഷ്യൽ സിഓക്സ് 2 ഇൻഹിബിറ്റേഴ്സ്, അതായത് സൈക്ലോക്സിജനേസ് എൻസൈമിന്റെ 2 ഇൻഹിബിറ്റേഴ്സ് എന്ന് പറഞ്ഞ ഒരു ക്ലാസിഫിക്കേഷൻ ആണ് വരുന്നത്. അതിൽ ഒരു 3 ഡ്രഗ്സിന്റെ എക്സാമ്പിൾസ് ആണ് കൊടുത്തിരിക്കുന്നത് മെലോക്സിക്കാമും നെബുറ്റോമൈമിനും ദെൻ നാമിസുലൈസൈഡും ഒക്കെ പറഞ്ഞ ഡ്രഗ്സിന് ജസ്റ്റ് ഒരു 3 എക്സാമ്പിൾസ് ആണ് കൊടുത്തിരിക്കുന്നത്. ദെൻ സി ക്ലാസിഫിക്കേഷൻ ആണ് വരുന്നത്. സി ക്ലാസിഫിക്കേഷന് സെലക്റ്റീവ് സിയോക്സ് 2 ഇൻഹിബിറ്റേഴ്സ് വരും. അതിൽ വരുന്നതും ഒരു 2 ഡ്രഗ്സിന്റെ പേരാണ് എട്രോക്കി കോക്സിബ് എന്ന് പറയുന്നതും പാരോകോക്സിബ് എന്നൊക്കെ പറഞ്ഞ 2-3 ഡ്രഗ്സിന്റെ പേരാണ് വരുന്നത്. ദെൻ ഡി ക്ലാസിഫിക്കേഷനിൽ അനാൽജസിക് ആന്റിപൈററ്റിക്സ് വിത്ത് പുവർ ആന്റി ഇൻഫ്ലമേറ്ററി ആക്ഷൻ എന്ന് പറഞ്ഞ 4ാമത്തെ ഒരു ക്ലാസിഫിക്കേഷൻ ഡി ക്ലാസിഫിക്കേഷൻ. അതിൽ പിന്നെയും 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. പാരാ അമിനോഫിനോൾ ഡെറിവേറ്റീവ്സ്, അതിന് എക്സാമ്പിൾ പാരസിറ്റമോൾ. ദെൻ പൈറോസോളോൺ ഡെറിവേറ്റീവിൽ വരുന്നത് മെറ്റാമിസോൾ ആൻഡ് പ്രൊപ്പിയോനസോൺ എന്ന് പറയും. ദെൻ 3ാമത്തെ ഇതിൽ ബെൻസോക്സക്സിൻ ഡെറിവേറ്റീവ് എന്ന് പറയും. അതിൽ നെഫോപ്പ എന്ന് പറഞ്ഞ ഡ്രഗ് വരും. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഞാൻ വായിച്ചിട്ടുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല. മീൻസ് ഈ ക്ലാസിഫിക്കേഷൻ നിങ്ങൾ എന്താ പറയുക വാട്സപ്പിൽ നിന്ന് റെഫർ ചെയ്തെടുക്കുക. നിർബന്ധമായിട്ടും പഠിക്കണം, എക്സാമിന് ചോദിക്കുന്നതാണ് ക്ലാസിഫിക്കേഷൻ. ഓക്കെ, അതായത് 4 ക്ലാസിഫിക്കേഷനിലും ചിലതിലൊക്കെ സബ് ക്ലാസിഫിക്കേഷൻസും വരുന്നുണ്ട്. അതിന് എക്സാമ്പിൾസ് ആയിട്ടുള്ള ഡ്രഗ്സും വരുന്നുണ്ട്. ഇത് നിങ്ങൾ പഠിക്കുക. ഓക്കെ, നമുക്ക് സൈഡ് എഫക്ട്സിലോട്ട് പോകാം. ഓക്കെ, നെക്സ്റ്റ് സൈഡ് എഫക്ട്സ് ഓഫ് NSAIDs. ഓക്കെ, ഇൻ ദാറ്റ് ഫസ്റ്റ് വൺ ഹെഡേക്ക് ആൻഡ് ഡിസിനെസ്. നിങ്ങൾക്ക് ക്ലാസിഫിക്കേഷനെ കുറിച്ച് ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അതില് മനസ്സിലായോ? മനസ്സിലായില്ലേ? ഓക്കെ, അതായത് മനസ്സിലായില്ലേ? ഇത് നോട്ടിൽ നിന്ന് വേണം നിങ്ങൾ എഴുതിയെടുക്കാൻ. കാരണം ജസ്റ്റ് നൈമും അതായത് ക്ലാസിഫിക്കേഷൻ എന്താണെന്നും അതിൽ വരുന്ന ഡ്രഗ്സിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. ഞാൻ വായിച്ചു വിട്ടതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. ക്ലിയർ ആയോ? ഓക്കെ, ഡ്രഗ്സിന്റെ പേര് പുതുതായിട്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ വാട്സപ്പിൽ നിന്ന് എഴുതിയെടുക്കുക. ഇത് മസ്റ്റായിട്ട് പഠിക്കണം. ഓക്കെ, മ്യൂട്ട് ചെയ്തോ. ഓക്കെ, നെക്സ്റ്റ് സൈഡ് എഫക്ട്സ് ഓഫ് NSAIDs ആണ് വരുന്നത്. ഓക്കെ, ഇൻ ദാറ്റ് ഫസ്റ്റ് വൺ ഹെഡേക്ക് ആൻഡ് ഡിസിനെസ്. ഓക്കെ, ഹെഡേക്ക് ആൻഡ് ഡിസിനെസ്. രണ്ടാമത്തത് സ്റ്റൊമക് പെയിൻ ഓർ ഹാർട്ട് ബേൺ. മൂന്നാമത്തത് അലർജിക് റിയാക്ഷൻസ് സച്ച് ആസ് റാഷസ്, ദെൻ ത്രോട്ട് സ്വെല്ലിംഗ് എക്സെട്ര. ദെൻ ഹൈ ബ്ലഡ് പ്രഷർ. ഓക്കെ, 4 സൈഡ് എഫക്ട്സ് ആണ് പ്രധാനമായിട്ടും വരുന്നത്. ഒന്നാമത് ഹെഡേക്ക് ആൻഡ് ഡിസിനെസ് മീൻസ് തലവേദന ഉണ്ടാവും, അതുപോലെ തന്നെ തലകറക്കമൊക്കെ തലയുറ്റിലൊക്കെ ഉണ്ടാവും. ദെൻ സ്റ്റൊമക് പെയിൻ അല്ലെങ്കിൽ ഹാർട്ട് ബേൺ എന്ന് പറഞ്ഞാൽ നെഞ്ചരിച്ചൽ, വയറുവേദന അല്ലെങ്കിൽ നെഞ്ചരിച്ചൽ ഉണ്ടാവും. ദെൻ അലർജിക് റിയാക്ഷൻസ്, അതായത് റാഷസ് മീൻസ് എന്തെങ്കിലും തടിപ്പുകൾ അല്ലെങ്കിൽ കുരുകൾ പോലെ ഉണ്ടാകും. ദെൻ ത്രോട്ട് സ്വെല്ലിംഗ് മീൻസ് തൊണ്ടയിൽ സ്വെല്ലിംഗ് ഇൻഫ്ലമേഷൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ദെൻ ഹൈ ബ്ലഡ് പ്രഷർ, ഹൈ BP, ഓക്കെ, ഉയർന്ന രക്തസമ്മർദ്ദം ഉണ്ടാകും. ഇതാണ് സൈഡ് എഫക്ട്സ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഒന്നാമത്തത് ഹെഡേക്ക് ആൻഡ് ഡിസിനെസ്, രണ്ടാമത്തത് സ്റ്റൊമക് പെയിൻ ഓർ ഹാർട്ട് ബേൺ, മൂന്നാമത്തത് അലർജിക് റിയാക്ഷൻ സച്ച് ആസ് റാഷസ്, ത്രോട്ട് സ്വെല്ലിംഗ് എക്സെട്ര. ദെൻ 4ാമത്തത് ഹൈ ബ്ലഡ് പ്രഷർ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് കോൺട്രാ ഇൻഡിക്കേഷൻസ്. കോൺട്രാ ഇൻഡിക്കേഷൻ ഇൻ ദാറ്റ് ഫസ്റ്റ് വൺ പെപ്റ്റിക് അൾസർ. ഓക്കെ, പെപ്റ്റിക് അൾസർ. രണ്ടാമത്തത് അൺകൺട്രോൾഡ് ഹൈപ്പർടെൻഷൻ. മൂന്നാമത്തത് കിഡ്നി ഡിസീസ്. ഓക്കെ, അതായത് പെപ്റ്റിക് അൾസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റൊമക് അൾസറിന് വേറൊരു പേരാണ് പെപ്റ്റിക് അൾസർ. ഓക്കെ, അൾസറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം, പുണ്ണ്. ഓക്കെ, വയറ്റിലുണ്ടാകുന്ന പുണ്ണ്, അതാണ് പെപ്റ്റിക് അൾസർ അല്ലെങ്കിൽ സ്റ്റൊമക് അൾസർ എന്ന് പറയും. ഓക്കെ, രണ്ടാമത്തത് അൺകൺട്രോൾഡ് ഹൈപ്പർടെൻഷൻ മീൻസ് BP നിയന്ത്രിതം അല്ലെങ്കിൽ നമുക്ക് ഈ ഡ്രഗ് കൊടുക്കാൻ പറ്റില്ല. ഓൾറെഡി നമ്മൾ സൈഡ് എഫക്ട്സ് പറഞ്ഞു. ഹൈ ബ്ലഡ് പ്രഷർ സൈഡ് എഫക്റ്റ് ആയി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അൺകൺട്രോൾഡ് ഹൈപ്പർടെൻഷനിൽ നമുക്ക് ഈ ഡ്രഗ് കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് കിഡ്നി ഡിസീസ്. കിഡ്നിക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിലും ഈ ഡ്രഗ് കൊടുക്കാൻ പറ്റത്തില്ല. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. പെപ്റ്റിക് അൾസർ ഒന്നും കൂടി പറയാം. കോൺട്രാ ഇൻഡിക്കേഷൻ പെപ്റ്റിക് അൾസർ, ദെൻ അൺകൺട്രോൾഡ് ഹൈപ്പർടെൻഷൻ, മൂന്നാമത്തത് കിഡ്നി ഡിസീസ്. ഓക്കെ, ഇനി മെക്കാനിസത്തിലോട്ട് പോകാം. മെക്കാനിസം ഓഫ് ആക്ഷൻ. Okay, in that NSAIDs work by
inhibiting the activity of cyclooxygenase enzymes. അതായത് COX1 ഉണ്ട് COX2 ഉണ്ട്. അതായത് cyclooxygenase enzymes ആയ രണ്ടെണ്ണത്തെ COX1 ഉം COX2 ഉം ഓക്കെ അതിനെ എന്ത് ചെയ്യാണ് ഇൻഹിബിറ്റ് ചെയ്യണം. അതിന്റെ ആക്ടിവിറ്റിനെ അതിന്റെ പ്രവർത്തനത്തെ തടയുകയാണ് ചെയ്യുന്നത്. Then in cells these enzymes are involved in the synthesis of key biological mediators, namely prostaglandins, which are involved in inflammation and thromboxanes, which are involved in blood clotting. അതായത് മെക്കാനിസം ഒന്നുകൂടി പറയാം. NSAIDs work by inhibiting the activity of cyclooxygenase enzymes COX1 or COX2. അതായത് NSAIDs പ്രധാനമായിട്ട് വർക്ക് ചെയ്യുന്നത് cyclooxygenase enzyme 1 ഉം 2 എന്ന് പറഞ്ഞ എൻസൈംസിന്റെ ആക്ടിവിറ്റിനെ അതിന്റെ പ്രവർത്തനത്തെ തടഞ്ഞിട്ടാണ്. അതായത് ഇതെന്താണെന്നാണ് ഈ എൻസൈംസ് എന്താണെന്നാണ് പറയുന്നത്. in cells these enzymes are involved in the synthesis of key biological mediators. അതായത് കോശങ്ങളിൽ ഉള്ള ഈ എൻസൈം എന്തിനെ സഹായിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കീ ബയോളജിക്കൽ മീഡിയേറ്റേഴ്സിനെ ഉൽപാദനത്തിന് കീ ബയോളജിക്കൽ മീഡിയേറ്ററിന് എക്സാമ്പിൾ ആണ് namely പ്രോസ്റ്റാഗ്ലാൻഡിൻസ്. ഇന്നലെ നമ്മൾ പറഞ്ഞു റിസപ്റ്റേഴ്സ് ആയിട്ട് പ്രവർത്തിക്കുന്ന പ്രോസ്റ്റാഗ്ലാൻഡിന്റെ ഒക്കെ ഉൽപാദനത്തിന് സഹായിക്കുന്ന എൻസൈംസ് ആണ് ഈ സൈക്ലോഓക്സിജനേസ് എൻസൈംസ്. അതെവിടെയാണ് കാണപ്പെടുന്നത്? സെൽസിലാണ്. ഓക്കെ, വിച്ച് ആർ ഇൻവോൾവ്ഡ് ഇൻ ഇൻഫ്ലമേഷൻ. ഈ പ്രോസ്റ്റാഗ്ലാൻഡിൻസ് എന്ന് പറഞ്ഞ ആ ഒരു ബയോളജിക്കൽ മീഡിയേറ്റർ എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഫ്ലമേഷൻ ആണ് സഹായിക്കുന്നത്. ആൻഡ് ത്രോംബോക്സൈൻസ് എന്ന് പറഞ്ഞാൽ വേറൊരു ബയോളജിക്കൽ മീഡിയേറ്റർ. അത് എന്തിനാ സഹായിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിച്ച് ആർ ഇൻവോൾവ്ഡ് ഇൻ ബ്ലഡ് ക്ലോട്ടിങ്. നമ്മൾ ഓൾറെഡി NSAIDsന്റെ ഇതിൽ ഡെഫിനിഷനിൽ പഠിച്ചായിരുന്നു. റെഡ്യൂസ് പെയിൻ ഉണ്ട്, അതുപോലെ തന്നെ റെഡ്യൂസ് ഇൻഫ്ലമേഷൻ ഉണ്ട്, ദെൻ പ്രിവെന്റ് ബ്ലഡ് ക്ലോട്ടിംഗ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രോസ്റ്റാഗ്ലാൻഡിൻസും ത്രോംബോക്സൈൻസ് ഒക്കെ എന്തിനു സഹായിക്കുന്നുണ്ട്? ഇൻഫ്ലമേഷനും അതുപോലെ തന്നെ ബ്ലഡ് ക്ലോട്ടിങ്ങിനൊക്കെ സഹായിക്കുന്നു. അപ്പൊ ഇതിന്റെ എല്ലാം പ്രവർത്തനത്തെ തടയുകയാണ് ഈ NSAIDs ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഒന്നുകൂടി പറയാം. NSAIDs work by inhibiting the activity of cyclooxygenase enzymes. അതായത് സൈക്ലോഓക്സിജനേസ് എൻസൈംസ് ആയ COX1 COX2 എന്ന് പറഞ്ഞ എൻസൈംസിന്റെ പ്രവർത്തനത്തെ തടയുകയാണ് NSAIDs ചെയ്യുന്നത്. ഈ എൻസൈംസ് കണ്ടിട്ടുണ്ടെങ്കിൽ സെൽസിൽ കോശത്തിൽ കീ ബയോളജിക്കൽ മീഡിയേറ്റേഴ്സിനെ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നതാണ് ഈ എൻസൈംസ് കോശത്തിൽ. അതായത് കീ ബയോളജിക്കൽ മീഡിയേറ്റേഴ്സിന് എക്സാമ്പിൾസ് ആണ് പറഞ്ഞത് പ്രോസ്റ്റാഗ്ലാൻഡിൻസും ത്രോംബോക്സൈൻസും. ഈ പ്രോസ്റ്റാഗ്ലാൻഡിൻസ് എന്തിനാ ശരിക്കും സഹായിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഫ്ലമേഷന് സഹായിക്കുന്നത്. ദെൻ ഈ ത്രോംബോക്സൈൻ എന്തിനാ സഹായിക്കുന്നത്? ബ്ലഡ് ക്ലോട്ടിങ്ങിനും. അപ്പം ഇതിനെ രണ്ടിനെയും തടയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഈ സൈക്ലോഓക്സിജനേസ് എൻസൈംസിനെ തടയുന്നത് വഴി ഈ പ്രവർത്തനങ്ങളെല്ലാം തടയുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഷെമീന, ക്ലിയർ ആയോ ഷെമീന? ഷെമീനയ്ക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, സോന മനസ്സിലായോ? സോന എവിടെയാ? ഓക്കെ, കേട്ടായിരുന്നോ? മനസ്സിലായോ? ഓക്കെ, മ്യൂട്ട് ചെയ്തോ. അലീന, അലീന കേൾക്കുന്നില്ലാന്ന് തോന്നുന്നു. ഷിഹാന, അലീന മ്യൂട്ട് ചെയ്തോ? അലീന കേൾക്കുന്നില്ല. അലീന മ്യൂട്ട് ചെയ്തോ? ഷിഹാന, ഷിഹാന, മെക്കാനിസം മനസ്സിലായോ? മെക്കാനിസം മനസ്സിലായോ? ഓക്കെ, പറ. ഓക്കെ, ഓക്കെ, ഓക്കെ,
ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, മ്യൂട്ട് ചെയ്തോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മെക്കാനിസം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഒന്നും കൂടി ഞാൻ NSAIDs ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാണ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇൻ ദാറ്റ് നമ്മൾ ഫസ്റ്റ് ഡെഫിനിഷൻ പഠിച്ചു. NSAIDs drugs are members of a drug class that reduce pain, decreases fever, prevents blood clots and in higher doses decrease inflammation. അതായത് NSAIDs drugs എന്ന് പറഞ്ഞെങ്കിൽ ഒരു ഡ്രഗ് ക്ലാസ്സിൽ വരുന്ന മെമ്പർ ആണ്. അതായത് ഇത് എന്തിനൊക്കെ സഹായിക്കുന്നു? പെയിൻ കുറയ്ക്കാൻ സഹായിക്കുന്നു, പനി കുറയ്ക്കാൻ സഹായിക്കുന്നു, ബ്ലഡ് ക്ലോട്ട് രക്തം കട്ട പിടിക്കുന്നത് തടയുന്നു. അതുപോലെ തന്നെ ഇതിന്റെ കൂടിയ ഡോസസ് എന്തിനു സഹായിക്കുന്നു? ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും സഹായിക്കുന്നു. ദെൻ നമ്മൾ റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആണ് പഠിച്ചത്. ഓറൽ, റെക്ടൽ, ടോപ്പിക്കൽ ആൻഡ് പാരൻട്രൽ. ദെൻ ക്ലാസിഫിക്കേഷൻ പഠിച്ചു. ക്ലാസിഫിക്കേഷൻ നിങ്ങൾ വാട്സപ്പിൽ നോക്കി എഴുതാം. ദെൻ സൈഡ് എഫക്ട്സ് ആണ് പഠിച്ചത്. സൈഡ് എഫക്ട്സിൽ ഹെഡ് ഏക്ക് ആൻഡ് ഡിസ്നെസ് വരുന്നുണ്ട്, മീൻസ് തലവേദനയും തലകുറ്റലൊക്കെ ഉണ്ടാകും. ദെൻ സ്റ്റൊമക് പെയിൻ ഓർ ഹാർട്ട് ബേൺ, മീൻസ് വയറുവേദനയും അതുപോലെ തന്നെ നെഞ്ചരിച്ചിലും സൈഡ് എഫക്റ്റ് ആയിട്ട് വരും. ദെൻ അലർജിക് റിയാക്ഷൻസ് സച്ചസ് റാഷസ്, അതുപോലെ തന്നെ ത്രോട്ട് സ്വെല്ലിംഗ്, അതായത് ശരീരത്തിൽ തടിപ്പുകൾ ഉണ്ടാവുമായിരിക്കും. അതുപോലെ തന്നെ തൊണ്ടയിൽ സ്വെല്ലിംഗ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ദെൻ ഹൈ ബ്ലഡ് പ്രഷർ, ഉയർന്ന രക്തസമ്മർദ്ദം ഉണ്ടാകാനും ചാൻസ് ഉണ്ട്. ദെൻ കോൺട്രാ ഇൻഡിക്കേഷൻസ് ആണ് പഠിച്ചത്. പെപ്റ്റിക് അൾസർ അല്ലെങ്കിൽ സ്റ്റൊമക് അൾസർ, മീൻസ് വയറ്റിൽ പുണ്ണ്, അതുപോലുള്ള കണ്ടീഷൻസിൽ കൊടുക്കാൻ പറ്റില്ല. ദെൻ അൺകൺട്രോൾഡ് ഹൈപ്പർ ടെൻഷൻ, ഉയർന്ന BP ഉണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റത്തില്ല. നിയന്ത്രിതമല്ലാത്ത BP ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാൻ സാധിക്കില്ല. ദെൻ കിഡ്നി ഡിസീസ്, കിഡ്നിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ കൊടുക്കാൻ സാധിക്കില്ല. ദെൻ മെക്കാനിസം ആണ് പഠിച്ചത്. മെക്കാനിസം ഓഫ് ആക്ഷനിൽ NSAIDs work by inhibiting the activity of cyclooxygenase enzyme COX1 or COX2. അതായത് NSAIDs എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും വർക്ക് ചെയ്യുന്നത് സൈക്ലോഓക്സിജനേസ് എൻസൈംസ് ആയ COX1ലും COX2ലും പോയിട്ട് അവിടെ അതിന്റെ ആക്ടിവിറ്റീനെ, അതിന്റെ പ്രവർത്തനത്തെ ഇൻഹിബിറ്റ് ചെയ്യുക, അതിന്റെ പ്രവർത്തനത്തെ തടയുക എന്നുള്ളതാണ്. അതായത് ഈ സൈക്ലോഓക്സിജനേസ് എൻസൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോശങ്ങളിൽ കാണപ്പെടുന്നു. ഇത് എന്തിനെ സഹായിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബയോളജിക്കൽ മീഡിയേറ്റേഴ്സിന്റെ ഉൽപാദനത്തിന് സഹായിക്കുന്നു. അതിന് നൈംലി പ്രോസ്റ്റോഗ്ലാൻഡിൻസ് എക്സാമ്പിൾസ്, അതായത് ബയോളജിക്കൽ മീഡിയേറ്റേഴ്സിന് എക്സാമ്പിൾസ് ആണ് പ്രോസ്റ്റോഗ്ലാൻഡിൻസ്. പ്രോസ്റ്റോഗ്ലാൻഡിൻസ് ആർ ഇൻവോൾവ്ഡ് ഇൻ ഇൻഫ്ലമേഷൻ, ഇൻഫ്ലമേഷനിലാണ് പ്രോസ്റ്റോഗ്ലാൻഡിൻസ് സഹായിക്കുന്നത്. അതുപോലെ തന്നെ ത്രോംബോക്സിൻസ് എന്ന് പറഞ്ഞ ബയോളജിക്കൽ മീഡിയേറ്റർ എന്തിനാ സഹായിക്കുന്നത്? ബ്ലഡ് ക്ലോട്ടിങ്ങിനും. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോകാം. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് നാർക്കോട്ടിക്സ് അനാൽജസിക്സ്. നെക്സ്റ്റ് ഹെഡിങ് നാർക്കോട്ടിക്സ് അനാൽജിക്സ്. നാർക്കോട്ടിക്സ് അനാൽജസിക്സ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, എന്താ ഡെഫിനേഷൻ നോക്കാം. നാർക്കോട്ടിക്സ് ആർ ഓൾസോ കോൾഡ് ഒപ്പിയോയിഡ് പെയിൻ റിലീവേഴ്സ്. നാർക്കോട്ടിക്സ് ആർ ഓൾസോ കോൾഡ് ഒപ്പിയോയിഡ് പെയിൻ റിലീവേഴ്സ്. അതായത് നാർക്കോട്ടിക്സിനെ ഒപ്പിയോയിഡ് പെയിൻ റിലീവേഴ്സ് എന്നും വിളിക്കുന്നു. വേറൊരു പേരാണ് ഒപ്പിയോയിഡ് പെയിൻ റിലീവേഴ്സ്. ദെൻ ദേ ആർ ഓൺലി യൂസ്ഡ് ഫോർ പെയിൻ ദാറ്റ് ഈസ് സീവിയർ ആൻഡ് ഈസ് നോട്ട് ഹെൽപ്ഡ് ബൈ അതർ ടൈപ്സ് ഓഫ് പെയിൻ കില്ലേഴ്സ്. അതായത് ഇത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് സീവിയർ ആയിട്ടുള്ള പെയിനിലാണ്. ഓക്കെ, മീൻസ് സീവിയർ കണ്ടീഷൻസിലാണ് ഉപയോഗിക്കുന്നത്. അതായത് വേറെ ഡ്രഗ്സ് ഒന്നും ഏക്കാത്ത സന്ദർഭങ്ങളിൽ, ഓക്കെ, വേറെ ഡ്രഗ്സിന്റെ ഒന്നും സഹായമില്ലാത്ത സന്ദർഭങ്ങളിലാണ് ഈ ഡ്രഗ് ഉപയോഗിക്കുന്നത്. സീവിയർ ആയിട്ടുള്ള പെയിനിലാണ് ഉപയോഗിക്കുന്നത്. ദെൻ വെൻ യൂസ്ഡ് കെയർഫുള്ളി ആൻഡ് അണ്ടർ എ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ഡയറക്റ്റ് കെയർ. അതായത് ഈ ഡ്രഗ് എപ്പോഴാണോ നമ്മൾ ഉപയോഗിക്കുന്നത് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന്റെ സഹായത്തോടെ, അവരുടെ ഡയറക്റ്റ് കെയറിൽ ആയിരിക്കും. മീൻസ് ഹോസ്പിറ്റൽ സൈഡിൽ ഡോക്ടേഴ്സിന്റെ അല്ലെങ്കിൽ നഴ്സസിന്റെ ഡയറക്റ്റ് കെയറിലായിരിക്കും നമ്മൾ ഈ ഡ്രഗ് യൂസ് ചെയ്യത്തുള്ളൂ. അല്ലാതെ നമുക്ക് മീൻസ് നമ്മൾ പാരസെറ്റമോൾ കഴിക്കുന്നതുപോലെ നമുക്ക് സ്വന്തമായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. മീൻസ് അവരുടെ സൂപ്പർവിഷനോടുകൂടെ മാത്രമേ നമുക്ക് ഈ ഡ്രഗ് നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. കെയർഫുൾ ആയിട്ട് വേണം ഈ ഡ്രഗ് എടുക്കാൻ. ഇത് സീവിയർ കണ്ടീഷനിലാണ് യൂസ് ചെയ്യുന്നത്. ഓൾറെഡി പറഞ്ഞു, സീവിയർ ആയിട്ടുള്ള പെയിനിലാണ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? മൈൽഡ് ആയിട്ടുള്ള പെയിനിൽ നമ്മൾ അനാൽജസിക്സ് ആണ് യൂസ് ചെയ്യുന്നത്. സീവിയർ പെയിനിലാണ് ഈ നാർക്കോട്ടിക് അനാൽജസിക്സ് യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് ഡയറക്റ്റ് എടുക്കാൻ പറ്റത്തില്ല. മീൻസ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന്റെ ഡയറക്റ്റ് സൂപ്പർവിഷനിലാണ് നമുക്ക് ഈ ഡ്രഗ് എടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ദിസ് ഡ്രഗ്സ് ക്യാൻ ബി ഇഫക്റ്റീവ് അറ്റ് റെഡ്യൂസിങ് പെയിൻ. ഈ ഡ്രഗ് എന്താണ്? ഇഫക്റ്റീവ് ആയിരിക്കും, പെയിൻ കുറയ്ക്കാൻ വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഡ്രഗ് ആണ്. ക്ലിയർ ആയോ? ഒന്നുകൂടി പറയാം. നാർക്കോട്ടിക്സ് അനാൽജസിക്സ് that narcotics are also called opioid pain relievers. നാർക്കോട്ടിക്സിന്റെ വേറൊരു പേരാണ് opioid pain relievers. They are only used for pain that is severe and is not helped by other types of painkillers. മറ്റ് പെയിൻ കില്ലേഴ്സിന്റെ ഒന്നും സഹായം ഇല്ലാത്ത വരുന്ന സന്ദർഭങ്ങളിൽ സീവിയർ ആയിട്ടുള്ള പെയിനിലാണ് ഈ ഡ്രഗ് നമ്മൾ ഉപയോഗിക്കുന്നത്. വെൻ യൂസ്ഡ് കെയർഫുള്ളി ആൻഡ് അണ്ടർ എ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ഡയറക്റ്റ് കെയർ. അതായത് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് മീൻസ് ഡോക്ടറുടെയോ നഴ്സസിന്റെയോ മീൻസ് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടവരുടെ ഡയറക്റ്റ് സൂപ്പർവിഷനിൽ മാത്രമേ നമുക്ക് ഈ ഡ്രഗ് കെയർഫുൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ.
നമുക്ക് സ്വന്തമായിട്ട് എടുക്കാൻ പറ്റത്തില്ല. മീൻസ് സീവിയർ പെയിനിലാണ് ഇത് ഓൾറെഡി കൊടുക്കുന്നതെന്ന് പറഞ്ഞു. ദെൻ ദിസ് ഡ്രഗ്സ് ക്യാൻ ബി ഇഫക്റ്റീവ് അറ്റ് റെഡ്യൂസിങ് പെയിൻ. ഈ ഡ്രഗ് എന്താണ്? പെയിൻ കുറയ്ക്കുന്നതിന് വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഡ്രഗ് ആണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇൻ ദാറ്റ് സെക്കൻഡ് പോയിന്റ്, അതിലൊരു സെക്കൻഡ് പോയിന്റ് ആയിട്ട് വരുന്ന നാർക്കോട്ടിക്സ് വർക്ക്സ് ബൈ ബൈൻഡിങ് ടു റിസപ്റ്റേഴ്സ് ഇൻ ദ ബ്രെയിൻ വിച്ച് ബ്ലോക്സ് ദ ഫീലിംഗ് ഓഫ് പെയിൻ. ഇത് തന്നെയാണ് മെക്കാനിസം എന്ന് വേണേൽ പറയാം. ഇത് തന്നെയാണ് മെക്കാനിസം. ഓക്കെ, നാർക്കോട്ടിക്സ് വർക്ക്സ് ബൈ ബൈൻഡിങ് ടു റിസപ്റ്റേഴ്സ് ഇൻ ദ ബ്രെയിൻ വിച്ച് ബ്ലോക്സ് ദ ഫീലിംഗ് ഓഫ് പെയിൻ. അതായത് നാർക്കോട്ടിക്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രെയിനിലുള്ള റിസപ്റ്റേഴ്സിൽ പോയിട്ട് ബൈൻഡ് ചെയ്യും, ഒട്ടിപ്പിടിക്കും. അപ്പോൾ എന്താണ്? നമുക്ക് വിച്ച് ബ്ലോക്സ് ദ ഫീലിംഗ് ഓഫ് പെയിൻ, അങ്ങനെ പെയിനെ കുറയ്ക്കും. ക്ലിയർ ആയോ? അതായത് ബ്രെയിനിലെ റിസപ്റ്റേഴ്സിൽ പോയിട്ട് ഈ നാർക്കോട്ടിക്സ് പോയിട്ട് ബൈൻഡ് ചെയ്യും, അല്ലെങ്കിൽ അവിടെ പോയിട്ട് പ്രവർത്തിക്കും. അതുവഴി പെയിനെ ബ്ലോക്ക് ചെയ്യും. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നാർക്കോട്ടിക്സ് വർക്ക്സ് ബൈ ബൈൻഡിങ് ടു റിസപ്റ്റേഴ്സ് ഇൻ ദ ബ്രെയിൻ വിച്ച് ബ്ലോക്സ് ദ ഫീലിംഗ് ഓഫ് പെയിൻ. ക്ലിയർ ആയോ? അതായത് തലച്ചോറിലെ റിസപ്റ്റേഴ്സിൽ പോയിട്ട് നാർക്കോട്ടിക്സ് ബൈൻഡ് ചെയ്യും, ഒട്ടിപ്പിടിക്കും. അങ്ങനെ എന്ത് ചെയ്യും? പെയിനെ, നമുക്ക് പെയിൻ ഫീൽ ചെയ്യുന്നതിനെ ബ്ലോക്ക് ചെയ്യും, തടയും. ഇത് തന്നെയാണ് മെക്കാനിസം. ഓക്കെ ഓക്കെ നെക്സ്റ്റ് കോമൺ നാർക്കോട്ടിക്സ്. കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന നാർക്കോട്ടിക്സിന്റെ എക്സാമ്പിൾസ് ആണ് പറഞ്ഞിരിക്കുന്നത്. കൊഡീൻ ഒന്നാമത്തെ എക്സാമ്പിൾ കൊഡീൻ, രണ്ടാമത്തത് ഹൈഡ്രോകൊഡോൺ, മൂന്നാമത്തത് ഹൈഡ്രോമോർഫോൺ, നാലാമത്തത് മെപ്പിരിഡിൻ. ഓക്കെ, കോമൺ നാർക്കോട്ടിക്സിന് എക്സാമ്പിൾസ് ആണ് പറഞ്ഞത്. ഒന്നാമത്തത് കൊഡീൻ, രണ്ടാമത്തത് ഹൈഡ്രോകൊഡോൺ, മൂന്നാമത്തത് ഹൈഡ്രോമോർഫോൺ, നാലാമത്തത് മെപ്പിരിഡിൻ. ഓക്കെ, ഇതിന്റെ എല്ലാ സ്പെല്ലിംഗ് നിങ്ങൾ വാട്സപ്പിൽ നോക്കി എഴുതുക. ഓക്കെ, നെക്സ്റ്റ് സൈഡ് എഫക്ട്സ് നോക്കാം. സൈഡ് എഫക്ട്സ് ഇൻ ദാറ്റ് ഫസ്റ്റ് വൺ ഡ്രൗസിനെസ് അറിയില്ലേ? ഓക്കെ, തലകർക്ക് അല്ലെങ്കിൽ മയക്കം എന്നുള്ളർത്ഥം. ദെൻ കോൺസ്റ്റിപ്പേഷൻ മീൻസ് ഡിഫിക്കൽട്ടി ടു പാസ് ദ സ്റ്റൂൾ. ദെൻ നുസിയ ആൻഡ് വോമിറ്റിംഗ്. ദെൻ മൂഡ് സ്വിങ്സ് എന്ന് പറഞ്ഞാൽ മൂഡ് ചേഞ്ചസ് തന്നെ. മീൻസ് ആ ഡ്രഗ് എടുത്തതിന് ശേഷം മാത്രം ഉണ്ടാകുന്ന മൂഡ് സ്വിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമൽ ആയിരിക്കും, പക്ഷെ മീൻസ് ചേഞ്ച് മീൻസ് ബിഹേവിയർ മൊത്തമായിട്ട് ചേഞ്ച് ആവുകയല്ല, ജസ്റ്റ് ആ ഡ്രഗ് എടുത്ത ഒരു ഡ്യൂറേഷനിൽ ഒരു ഇത്തിരി സമയത്തേക്ക് മാത്രം നമ്മുടെ മൂഡ് ചേഞ്ച് ആകുന്നതിനാണ് മൂഡ് സ്വിങ്സ് എന്ന് പറയാം. ഓക്കെ, ഡീറ്റെയിൽ ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക. മൂഡ് സ്വിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ആ ഡ്രഗ് എടുത്തതിന് ശേഷം കുറച്ച് നേരത്തേക്ക് നമുക്കുണ്ടാകുന്ന ഒരു നമ്മുടെ എന്താ പറയുക ഇമോഷൻ സ്റ്റേജിലുണ്ടാകുന്ന ചെറിയൊരു ചേഞ്ച്. ഓക്കെ, അതാണ് മൂഡ് സ്വിങ്സ്. ദെൻ കോൺട്രാ ഇൻഡിക്കേഷൻസ് ഇൻ ദാറ്റ് ഫസ്റ്റ് പോയിന്റ് സീവിയർ റെസ്പിറേറ്ററി ഇൻസ്റ്റെബിലിറ്റി. അതായത് എന്തെങ്കിലും റെസ്പിറേറ്ററി പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ, സിവിയർ ആയിട്ടുള്ള ഉണ്ടെങ്കിൽ ഈ ഡ്രഗ് കൊടുക്കാൻ പറ്റത്തില്ല. ദെൻ സെക്കൻഡ് വൺ അക്യൂട്ട് സൈക്കാട്രിക് ഇൻസ്റ്റെബിലിറ്റി മീൻസ് സൈക്കാട്രിക് ആയിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിലും നമുക്ക് ഈ ഡ്രഗ് കൊടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഒന്നും കൂടി നാർക്കോട്ടിക്സ് പറയാം. നാർക്കോട്ടിക്സ് അനാൽജസിക്സ് ഇൻ ദാറ്റ് നമ്മൾ ഫസ്റ്റ് പഠിച്ച ഡെഫിനിഷൻ, നാർക്കോട്ടിക്സ് ആർ ഓൾസോ കോൾഡ് ഒപ്പിയോയിഡ് പെയിൻ റിലീവേഴ്സ്. അതായത് നാർക്കോട്ടിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു പേരാണ് ഒപ്പിയോയിഡ് പെയിൻ റിലീവേഴ്സ്. They are only used for pain that is severe and is not helped by other types of painkillers. അതായത് വേറെ പെയിൻ കില്ലേഴ്സിന്റെ ഒന്നും സഹായം ഇല്ലാതെ വരുന്ന സന്ദർഭങ്ങളിൽ സിവിയർ ആയിട്ടുള്ള പെയിൻ, സിവിയർ കണ്ടീഷനിലാണ് ഈ ഡ്രഗ് നമ്മൾ യൂസ് ചെയ്യുന്നത്. when used carefully and under a health care providers direct care. അതായത് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന്റെ ഡയറക്റ്റ് സൂപ്പർവിഷനിലായിരിക്കും നമ്മൾ ഈ ഡ്രഗ് കഴിക്കുന്നത്. ഓക്കെ, ദിസ് ഡ്രഗ്സ് ക്യാൻ ബി ഇഫക്റ്റീവ് അറ്റ് റെഡ്യൂസിങ് പെയിൻ. ഈ ഡ്രഗ് എപ്പോഴും എന്താണ്, പെയിനെ കുറയ്ക്കാൻ വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഡ്രഗ് ആണ്. ദെൻ മെക്കാനിസം ആയിട്ട് തന്നെയാണ് വരുന്നത്. സെക്കൻഡ് പോയിന്റ്, നാർക്കോട്ടിക്സ് വർക്ക് ബൈ ബൈൻഡിങ് ടു റിസപ്റ്റേഴ്സ് ഇൻ ദ ബ്രെയിൻ വിച്ച് ബ്ലോക്സ് ദ ഫീലിംഗ് ഓഫ് പെയിൻ. അതായത് നാർക്കോട്ടിക്സ് തലച്ചോറിലുള്ള റിസപ്റ്റേഴ്സിൽ പോയിട്ട് ബൈൻഡ് ചെയ്യും, അങ്ങനെ പെയിൻ ഫീൽ ചെയ്യുന്ന ആ ഒരു ഇതിനെ ബ്ലോക്ക് ചെയ്യുകയാണ്, ആ ഒരു സെൻസേഷനെ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾസ് ആണ് കോമൺ നാർക്കോട്ടിക്സ്. കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന നാർക്കോട്ടിക്സിന് എക്സാമ്പിൾസ് ആണ് പറഞ്ഞത്. കൊഡീന്, ഹൈഡ്രോകൊഡോൺ, ദെൻ ഹൈഡ്രോമോർഫോൺ, ദെൻ മെപ്പിരിഡിൻ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് സൈഡ് എഫക്ട്സ് ആണ്. ഇൻ ദാറ്റ് ഡ്രൗസിനെസ് പറഞ്ഞു, കോൺസ്റ്റിപ്പേഷൻ, നുസിയ ആൻഡ് വോമിറ്റിംഗ്, ദെൻ മൂഡ് സ്വിങ് എന്ന് പറഞ്ഞാൽ മൂഡ് ചേഞ്ചസ്. ഓക്കെ, ദെൻ കോൺട്രാ ഇൻഡിക്കേഷൻസ്. കോൺട്രാ ഇൻഡിക്കേഷനിൽ സിവിയർ റെസ്പിറേറ്ററി ഇൻസ്റ്റെബിലിറ്റി ആൻഡ് അക്യൂട്ട് സൈക്യാട്രിക് ഇൻസ്റ്റെബിലിറ്റി മീൻസ് റെസ്പിറേറ്ററി പ്രോബ്ലംസ് അല്ലെങ്കിൽ സിവിയർ ആയിട്ടുള്ള റെസ്പിറേറ്ററി പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റത്തില്ല. ദെൻ അക്യൂട്ട് ആയിട്ടുള്ള സൈക്യാട്രിക് ഇൻസ്റ്റെബിലിറ്റി, സൈക്യാട്രിക് പ്രോബ്ലംസ് ഉണ്ടെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, നാർക്കോട്ടിക് ട്രിക്സ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, റിസാന. ഓക്കെ, നാർക്കോട്ടിക്സ് എന്ന് പറഞ്ഞാൽ എന്താ?
Okay. Mm. Okay. 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 Okay, very good. Shemna, okay, അതിന്റെ ഒരു മെക്കാനിസം എങ്ങനെയാ? ഓക്കെ, പെയിൻ എന്ന് പറഞ്ഞ സെൻസേഷനെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഗുഡ്. ഓക്കെ, മ്യൂട്ട് ചെയ്തോ. അനൂജ, അനൂജ, സൈഡ് എഫക്ട്സ് എന്തൊക്കെയാ? ഓക്കെ. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, മ്യൂട്ട് ചെയ്തോ. നിഷാന, കോൺട്രാ ഇൻഡിക്കേഷൻസ് എന്തൊക്കെയാ? ഓക്കെ, ഗുഡ്. ഓക്കെ, മ്യൂട്ട് ചെയ്തോ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസിഫിക്കേഷനിലോട്ട് പോകാം. ഓക്കെ, അടുത്ത ക്ലാസിഫിക്കേഷൻ ആന്റി റുമാറ്റിക് ഡ്രഗ്സ്. ആന്റി റുമാറ്റിക് ഡ്രഗ്സ്. ആന്റി റുമാറ്റിക് ഡ്രഗ്സ്. ഓക്കെ, എന്താന്ന് നോക്കാം. ആന്റി റുമാറ്റിക് drugs are a class of drugs indicated for the treatment of rheumatoid arthritis and many other autoimmune disorders including systemic sclerosis, vasculitis, inflammatory myositis, etc. Okay, ഒന്നുകൂടി പറയാം. ആന്റി റുമാറ്റിക് ഡ്രഗ്സ് ആർ എ ക്ലാസ് ഓഫ് ഡ്രഗ്സ് ഇൻഡിക്കേറ്റഡ് ഫോർ ദ ട്രീറ്റ്മെന്റ് ഓഫ് റൊമറ്റോയിഡ് ആർത്രൈറ്റിസ് and many other autoimmune disorders including systemic sclerosis, vasculitis, inflammatory myositis, etc. അതായത് ആന്റി റുമാറ്റിക് ഡ്രഗ്സ് എന്ന് ഒരു ക്ലാസ് ഓഫ് ഡ്രഗ്സ് ആണ്, ഒരു ഗ്രൂപ്പിൽ വരുന്ന ഡ്രഗ്സ് ആണ്. ഇത് എന്തിനെ സഹായിക്കുന്നത്, എന്തിന് ട്രീറ്റ്മെന്റിനെ സഹായിക്കുന്നത് വെച്ചാൽ പ്രധാനമായിട്ടും റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ആണ്. റുമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല. മീൻസ് റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ജോയിന്റ് ഡിസോർഡർ ആണ്. ഓക്കെ, ആൻഡ് മെനി അതർ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ്, അതുകൂടാതെ തന്നെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സിനും യൂസ് ചെയ്യുന്നുണ്ട്. അതിന് എക്സാമ്പിൾസ് ആണ് സിസ്റ്റമിക് സ്ക്ലീറോസിസ്. സിസ്റ്റമിക് സ്ക്ലീറോസിസ് എന്ന് പറഞ്ഞൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് ആണ്. അതായത് അതിന് എക്സാമ്പിൾസ് എന്താ പറയുക, ഇപ്പോൾ ജോയിൻസിലാണ് പ്രധാനമായിട്ടും വരുന്നത്. ഫിംഗേഴ്സിലൊക്കെ ഡിസ്കളറേഷൻ വരിക, അല്ലെങ്കിൽ സ്വെല്ലിംഗ് ഉണ്ടാവുക, ജോയിൻസിനൊക്കെ സ്വെല്ലിംഗ് ഉണ്ടാവുക, അതൊക്കെയാണ് സ്ക്ലീറോസിസിൽ വരുന്നത്. ജസ്റ്റ് നിങ്ങൾ എക്സാമ്പിൾസ് പഠിച്ചാൽ മതി, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട. സിസ്റ്റമിക് സ്ക്ലീറോസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ്. മീൻസ് ഫിംഗേഴ്സിനൊക്കെ ഡിസ്കളറേഷൻ വരിക, അല്ലെങ്കിൽ സ്വെല്ലിംഗ് വരിക, ഇതൊക്കെയാണ് സ്ക്ലീറോസിസിൽ. ജോയിൻസിലൊക്കെയാണ് പ്രധാനമായിട്ട് വരുന്നത്. ദെൻ വാസ്കുലൈറ്റീസ്. വാസ്കുലൈറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഫ്ലമേഷൻ ഓഫ് ദ ബ്ലഡ് വെസൽ. ബ്ലഡ് വെസലിൽ ഉണ്ടാകുന്ന സ്വെല്ലിംഗ് ആണ് പ്രധാനമായിട്ടും വാസ്കുലൈറ്റീസിൽ വരുന്നത്. വാസ്കുലൈറ്റീസ് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലമേഷൻ ഓഫ് ദ ബ്ലഡ് വെസൽ. ഓക്കെ, ദെൻ ഇൻഫ്ലമേറ്ററി മയോസൈറ്റിസ്. ഇൻഫ്ലമേറ്ററി മയോസൈറ്റിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മസിലിനുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ, മസിൽസിന് ഉണ്ടാകുന്ന, പേശികൾക്ക് ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻസ്. ഇതെല്ലാം ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ആണ്. ഒന്നും കൂടി പറയാം. ആന്റി റുമാറ്റിക് ഡ്രഗ്സ് ആണ് നമ്മൾ പഠിച്ചത്. ആന്റി റുമാറ്റിക് ഡ്രഗ്സ് ആർ എ ക്ലാസ് ഓഫ് ഡ്രഗ്സ് ഇൻഡിക്കേറ്റഡ് ഫോർ ദ ട്രീറ്റ്മെന്റ് ഓഫ് റുമറ്റോയിഡ് ആർത്രൈറ്റിസ്. അതായത് ആന്റി റുമാറ്റിക് ഡ്രഗ്സ് ഒരു ക്ലാസ് ഓഫ് ഡ്രഗ്സ് ആണ്. പ്രധാനമായിട്ടും അത് ട്രീറ്റ് ചെയ്യുന്നത് റുമറ്റോയിഡ് ആർത്രൈറ്റിസിനെയാണ്. അതുകൂടാതെ തന്നെ മെനി അതർ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ്, ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സിനും ഉപയോഗിക്കുന്നുണ്ട്. അതിന് എക്സാമ്പിൾസ് ആണ് ഇൻക്ലൂഡിങ് സിസ്റ്റമിക് സ്ക്ലീറോസിസ്, ദെൻ വാസ്കുലൈറ്റീസ്, ദെൻ ഇൻഫ്ലമേറ്ററി മയോസൈറ്റോസിസ്. സിസ്റ്റമിക് സ്ക്ലീറോസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ്. അത് ഫിംഗേഴ്സിനെയൊക്കെ, ജോയിൻസിനെയാണ് പ്രധാനമായിട്ടും ബാധിക്കുന്നത്. ഫിംഗേഴ്സിലൊക്കെ ഡിസ്കളറേഷൻ ഉണ്ടാകുന്നതും സ്വെല്ലിംഗ് ഉണ്ടാകുന്നതൊക്കെ. ദെൻ വാസ്കുലൈറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഫ്ലമേഷൻ ഓഫ് ദ ബ്ലഡ് വെസൽ, ബ്ലഡ് വെസൽസിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ ആണ്. ദെൻ ഇൻഫ്ലമേറ്ററി മയോസൈറ്റിസ്. ഇൻഫ്ലമേറ്ററി മയോസൈറ്റിസ് എന്ന് പറഞ്ഞാൽ മസിൽസിനുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ ആണ് പ്രധാനമായിട്ടും. അതും ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് ആണ്. ജസ്റ്റ് എക്സാമ്പിൾസ് പഠിച്ചാൽ മതി നിങ്ങൾ. ഒക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ദില്യ, ക്ലിയർ ആയോ ദില്യ?
ഓക്കെ വെരി ഗുഡ്. ഓക്കെ ഇതിന്റെ സ്പെല്ലിംഗ് ഒക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ളത് നോട്ട് നോക്കി എഴുതിയെടുക്കാം. ഓക്കെ നമുക്ക് റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ പോകാം. എന്താ വെച്ചാ ഓക്കെ ആന്റി റുമാറ്റിക് ഡ്രഗ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ക്ലാസ് ഓഫ് ഡ്രഗ്സ് ആണ്, ഒരു ക്ലാസിഫിക്കേഷനിൽ വരുന്ന ഡ്രഗ്സ് ആണ്. ഇത് ഉപയോഗിക്കുന്നത് റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ആണ് പ്രധാനമായിട്ടും. ആർത്രൈറ്റിസ് എന്താണെന്ന് കഴിഞ്ഞ വർഷം പഠിച്ചാണ്, അതിന്റെ സിംറ്റംസ് ഒക്കെ പഠിച്ചാണ്. ഓക്കെ റുമറ്റോയിഡ് ആർത്രൈറ്റിസിനാണ് ഇത് ഉപയോഗിക്കുന്നത്. ആൻഡ് മെനി അതർ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ്, അതുകൂടാതെ തന്നെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സിൽ അസുഖങ്ങളിലും ഉപയോഗിക്കുന്നുണ്ട്. അതിന് എക്സാമ്പിൾസ് ആണ്, ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സിന് എക്സാമ്പിൾസ് ആണ് പറഞ്ഞത് സിസ്റ്റമിക് സ്ക്ലീറോസിസ്. സിസ്റ്റമിക് സ്ക്ലീറോസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ്. അതുകൂടാതെ എന്താണ് ഇത് പ്രധാനമായിട്ട് അതായത് ഫിംഗേഴ്സിനൊക്കെ ഇൻഫ്ലമേഷൻ ഉണ്ടാകുക, അതുപോലെ ജോയിന്റ്സിന് സ്വെല്ലിംഗ് ഉണ്ടാവുകയൊക്കെയാണ് ഈ സ്ക്ലീറോസിസിൽ വരുന്നത്. ദെൻ വരുന്നത് വാസ്കുലൈറ്റീസ് ആണ്. വാസ്കുലൈറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലഡ് വെസൽസിൽ രക്തക്കുഴലുകളിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ ആണ്. ദെൻ വരുന്നത് ഇൻഫ്ലമേറ്ററി മയോസൈറ്റിസ് ആണ്. ഇൻഫ്ലമേറ്ററി മയോസൈറ്റിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മസിൽസിനുണ്ടാകുന്ന പേശികൾക്ക് ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ ആണ്. ഇതെല്ലാം എന്താണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ്. നിങ്ങൾ ജസ്റ്റ് എക്സാമ്പിൾസ് പഠിച്ചു വെക്കുക. ക്ലിയർ ആയോ? ഹുസ്ന ക്ലിയർ ആയോ? ഓക്കെ ഓക്കെ നെക്സ്റ്റ് നമുക്ക് റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷനിലോട്ട് പോകാം. റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ സബ്ക്യൂട്ടേനിയസ്, ഇൻട്രാവീനസ്, ദെൻ ഓറൽ. സബ്ക്യൂട്ടേനിയസ്, ഇൻട്രാവീനസ്, ദെൻ ഓറൽ. Okay, next side effects. Okay, in that first one stomach upset, second one nausea and vomiting, third one headache, next rashes, then mouth sore. Clear ആയോ? സൈഡ് എഫക്ട്സ് ഒന്നാമത് സ്റ്റമക് അപ്സെറ്റ്. സ്റ്റമക് അപ്സെറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റമക്കിൽ ക്രാംസ് ഉണ്ടാകാം, അല്ലെങ്കിൽ പെയിൻ ഓർ അതർ തിങ്സ്. ദെൻ നൊസിയ ആൻഡ് വോമിറ്റിംഗ്, ദെൻ ഹെഡേക്ക്, റാഷസ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ മുറിവുകൾ അല്ലെങ്കിൽ പരുക്കൾ അല്ലെങ്കിൽ കുരുകളൊക്കെ വരുന്നത്. ദെൻ മൗത്ത് സോർ മീൻസ് വായിലുണ്ടാകുന്ന സോഴ്സ് മീൻസ് പരുക്കൾ അല്ലെങ്കിൽ അൾസറേഷൻ എന്നൊക്കെ പറയുന്ന പോലെ. ഓക്കെ നെക്സ്റ്റ് കോൺട്രാ ഇൻഡിക്കേഷൻസ്. ഇൻ ദാറ്റ് ഫസ്റ്റ് വൺ ടി ബി. ടി ബി എന്താണെന്ന് അറിയോ? സെല്ലി എന്താ ടി ബി? കേട്ടിട്ടുണ്ടാവും ടി ബി. അറിയില്ല? ഹോസ്പിറ്റൽ സൈഡിലൊക്കെ പോസ്റ്ററുകളിലൊക്കെ കാണാം ടി ബി എന്താന്നുള്ളത്. ഓക്കെ ആർക്കെങ്കിലും ടി ബിനെ കുറിച്ച് അറിയെങ്കിൽ പറയാം. ഓക്കെ ക്ഷയം ആരാ പറയുന്നത്? ഓക്കെ ഓക്കെ ഷെമിന പറയുന്ന ഷെമിന. കേൾക്കുന്നില്ല ഷെമിന, മ്യൂട്ട് ചെയ്ത. വേറെ ആരാ റെസ്പോൺസ് ചെയ്തത്? ആ ക്ഷയം. ക്ഷയത്തെ കുറിച്ചുള്ളതൊക്കെ നിങ്ങൾ പോസ്റ്ററുകളിലൊക്കെ കണ്ടിട്ടില്ല. എന്താ ക്ഷയം? ക്ഷയത്തിന്റെ ഒരു സിംറ്റം പറ, ലക്ഷണം പറഞ്ഞേ ഷിഹാന. ഓക്കെ ഓക്കെ അത് മേ ബി മീൻസ് പകരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ പിന്നെ കുറെ നാളെടുക്കും കുറയാനൊക്കെ. ഒരാഴ്ച നീണ്ടുനിൽക്കുന്ന കൊടുത്ത ചുമ, ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ PHC സെന്ററുകളിലൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് കാണാം പോസ്റ്റർ. ഓക്കെ ഓക്കെ ഷിഹാന ഗുഡ്. ഓക്കെ സെല്ലിയ ഇനി ഹോസ്പിറ്റൽ സൈഡിൽ പോകുമ്പോൾ നോക്കുക, പോസ്റ്ററുകളൊക്കെ ഈ TB നെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ ട്യൂബർകുലോസിസ് എന്ന് പറയും. ഓക്കെ TB എന്ന് പറഞ്ഞാൽ ട്യൂബർകുലോസിസ്. ഓക്കെ അതായത് ക്ഷയം. ഓക്കെ സെക്കൻഡ് വൺ നോൺ ഹീലിംഗ് സ്കിൻ അൾസേഴ്സ്. നോൺ ഹീലിംഗ് സ്കിൻ അൾസേഴ്സ് മീൻസ് സ്കിന്നില് വ്രണങ്ങൾ ഉണ്ടാകുന്ന. അൾസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്രണങ്ങൾ അല്ലെ പുണ്ണ് എന്നൊക്കെ അർത്ഥം. അതായത് ഉണങ്ങാത്ത രീതിയിലുള്ള അൾസേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഡ്രഗ് കൊടുക്കാൻ പറ്റത്തില്ല. ദെൻ സീവിയർ ലിവർ ഡിസീസസ്, അതായത് ലിവറിന് സീവിയർ ആയിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിലും നമുക്ക് ഈ ഡ്രഗ് കൊടുക്കാൻ സാധിക്കില്ല. ക്ലിയർ ആയോ? നെക്സ്റ്റ് മെക്കാനിസം ഓഫ് ആക്ഷൻ. It inhibit the immune responses of monocytes and T and B lymphocytes. എന്നൊരു പറയാം മെക്കാനിസം. ഇൻഹിബിറ്റ് ദ ഇമ്മ്യൂൺ റെസ്പോൺസസ് ഓഫ് മോണോസൈറ്റ്സ് ആൻഡ് T and B lymphocytes. അതായത് ഇത് എന്തിനാണ് ഇൻഹിബിറ്റ് ചെയ്യുന്നത്? ഇമ്മ്യൂൺ റെസ്പോൺസ് മീൻസ് ഇമ്മ്യൂണിറ്റി. അതായത് മോണോസൈറ്റ്സും ലിംഫോസൈറ്റ്സ് ഒക്കെ എന്താന്ന് നമ്മൾ കഴിഞ്ഞ വർഷം ബ്ലഡിൽ പഠിച്ചതാണ്. ഓക്കെ മോണോസൈറ്റ്സും ലിംഫോസൈറ്റ്സ് ഒക്കെ കഴിഞ്ഞ വർഷം ബ്ലഡിൽ പഠിച്ചതാണ്. ഓക്കെ അവിടെ നോക്കുക എന്താണ് മോണോസൈറ്റ് ലിംഫോസൈറ്റ് എന്ന്. ഓക്കെ അതായത് ഇമ്മ്യൂണിറ്റിനെ സഹായിക്കുന്നതാണ്. ഓക്കെ ഈ ഇമ്മ്യൂണിറ്റിനെ തടയുക എന്നുള്ളതാണ് ഇതിന്റെ മെക്കാനിസം. ഓക്കെ അതായത് മോണോസൈറ്റിന്റെയും T and B ലിംഫോസൈറ്റ്സിന്റെ ഇമ്മ്യൂൺ റെസ്പോൺസസിൽ പോയിട്ട് ഇൻഹിബിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ. അതായത് ഇമ്മ്യൂണിറ്റി ആയിട്ട് ബന്ധപ്പെട്ട പ്രതികരണത്തിൽ പോയിട്ട്
തടയുക എന്നുള്ളതാണ് ഇതിന്റെ മെക്കാനിസം. ക്ലിയർ ആയോ? ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ ടൈം ആയിരിക്കുന്നു. ഓക്കെ, അപ്പം ബാക്കി നാളെ കണ്ടിന്യൂ ചെയ്യുന്നതാണ്. പഠിച്ചിട്ട് വരാം, നോട്ട് സെൻഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു.